നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു 5 AM ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, ആമുഖമായി ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ആമുഖമാണ്. നമ്മുടെ ഈ ഒരു സുപ്രഭാതത്തിൽ, ഈ ഒരു അടിപൊളി സമയത്തിൽ, ഈ രാവിലെ തൊട്ടുള്ള സമയം മുതൽ മക്കളെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ്. കാരണം ഓരോ സുപ്രഭാതവും നമ്മളോട് പറയുന്ന ഒരു ആശയമുണ്ട്. ഓരോ പുതിയ ദിനവും നമ്മളോട് പറയുന്ന ഒരു ആശയമുണ്ട്. നമുക്ക് തുടങ്ങാനുള്ള ഒരു ഗുഡ് സ്റ്റാർട്ടിനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടുകയാണ്. ആ അവസരത്തെ ഏറ്റവും മനോഹരമായി, ഏറ്റവും അടിപൊളിയായി ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും, ഒരു സംശയവുമില്ല. ആ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പായിട്ട് ഇന്നത്തെ ദിവസം ഈ മോർണിംഗ് സെഷൻ, ഈ 5 AM ക്ലബ്ബ് മാറട്ടെ. അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം മുഴുവനും അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ. എല്ലാവരും ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു. ഉഷാറാണെങ്കിൽ മക്കളെ എല്ലാവരും താഴെ കമന്റ് ചെയ്തോ, തീയായിട്ട് കമന്റ് ചെയ്തോ മക്കളെ. നമുക്ക് എല്ലാവർക്കും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റട്ടെ. ഞാൻ റെഡിയാണെന്ന് താഴെ കമന്റ് ചെയ്തോ. അതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആമുഖം അല്ലെങ്കിൽ പ്രീആമ്പിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്. അതായത് ഒരു ഭരണഘടനയുടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ സത്ത മുഴുവനും കിടക്കുന്നത് എവിടെയാണ്? അതിന്റെ ആമുഖത്തിലാണ്. ആമുഖം വായിച്ചു നോക്കിയാൽ എന്താണ് ഇന്ത്യൻ ഭരണഘടന പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട, ഇൻട്രൊഡക്ടറി പാർട്ടുമായി ബന്ധപ്പെട്ട കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ 5 AM ക്ലബിലൂടെ അങ്ങ് പഠിച്ചു മാറ്റിയാലോ? ഓക്കെ ആണ്, സെറ്റ് ആണ്, പവർ ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കുകൾ, ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. മക്കളെ, ആമുഖത്തെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തുന്നത് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ നിന്നാണ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് അതിനു മുൻപ് തന്നെ പലതവണ ആവർത്തിച്ചു പറയപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് ഓഫറിലൂടെയും ക്രിപ്സ് മിഷനിലൂടെയും ഒക്കെ, വേവൽ പ്ലാനിലൂടെയും ഒക്കെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ആവശ്യമാണ് എന്ന തരത്തിൽ സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനു മുൻപ് 1934 MN റോയ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതേ അവകാശവാദം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഉണ്ടാകുന്നത് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണ് എന്ന് പഠിച്ചു വെച്ചേക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് പ്ലാനിലൂടെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണ് എന്ന് എന്ത് ചെയ്തേക്കാം? മക്കൾ ഓർത്തു വെച്ചേക്കാം. അപ്പൊ 1946 എന്ത് നിലവിൽ വന്നിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഡേറ്റും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോണേ. 1946 നവംബറോട് കൂടിയിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അതിന് ആദ്യ സമ്മേളനം 1946 ഡിസംബർ മാസം 9 നടപ്പിലാക്കുക. ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണേ. ചോദ്യം പലതവണ വരുന്നതാണ്. 1946 ഡിസംബർ മാസം 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ആരെങ്കിലും ഒരാൾ സംസാരിക്കണമല്ലോ. അങ്ങനെ ആദ്യ സമ്മേളനത്തെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം അതിനൊരു താൽക്കാലിക അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ആ താൽക്കാലിക അധ്യക്ഷന്റെ പേരാണ് സച്ചിദാനന്ദ സിൻഹ. പഠിച്ചു വെച്ചോണേ. സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ താൽക്കാലിക പ്രസിഡന്റ്. സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ഇതിനൊറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ഒരു ഫ്രാൻസിന്റെ ഒരു റിച്വൽ ഫോം എന്ത് ചെയ്താണ്? കണ്ടിന്യൂ ചെയ്താണ്. ഇന്ത്യ നിർമ്മാണ സഭയുടെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയെയാണ് എന്ത് ചെയ്തത്? താൽക്കാലിക അധ്യക്ഷനായി കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ സച്ചിദാനന്ദ സിൻഹ. ക്ലിയർ ആണ്, പക്കയാണ്. ഈ സച്ചിദാനന്ദ സിൻഹയ്ക്ക് ശേഷം 1946
ഡിസംബർ മാസം 11-ാം തീയതി. ഡേറ്റ് ഓർത്ത് വെച്ചോ മക്കളെ. ഞാൻ ഈ പറയുന്ന ഓരോ ഡേറ്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 1946 ഡിസംബർ മാസം 11-ാം തീയതി എന്ത് സംഭവിച്ചു? ഈ ദിവസമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഒരു പെർമനന്റ്, ഒരു സ്ഥിര അധ്യക്ഷൻ ഉണ്ടാകുന്നത്. ആ സ്ഥിര അധ്യക്ഷന്റെ പേരാണ്, ഏതാണ് ആ പേര് മക്കളെ? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ, പെർമനന്റ് സ്ഥിര അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരൊന്നും മറക്കാണ്ട് പഠിച്ചു വെച്ചോണേ. രാജേന്ദ്ര പ്രസാദ് എന്നാണ്. ആ ഡേറ്റും ഒന്നും മറക്കാണ്ട് പഠിച്ചു വെച്ചോണേ. 1946 ഡിസംബർ മാസമാണ്. അത് 11-ാം തീയതിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 1946 നവംബറോടുകൂടി ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ വരുന്നുണ്ട്. ആദ്യ സമ്മേളനം 46 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് എത്തുന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ പെർമനന്റ് അധ്യക്ഷനായിട്ട് വന്നത് 1946 ഡിസംബർ മാസം 11-ാം തീയതി നമ്മുടെ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു എന്ന് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ശരി, ഇത് നമ്മൾ പറഞ്ഞതെല്ലാം ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യ സമ്മേളനത്തിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? നല്ല ചോദ്യമാണ്. 211 പേരെന്നായിരുന്നു ഇതിനു മുമ്പ് വരെ നമ്മുടെ ലക്ഷ്മികാന്തിൽ ഉണ്ടായിരുന്നത്. ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ഭരണഘടനയുടെ ഒരു അടിസ്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്, UPSCയിലൊക്കെ ഉപയോഗിക്കുന്ന പുസ്തകമാണ്. ഇതിൽ 211 എന്നാണ്. എന്നാൽ അതിന്റെ അവസാനത്തെ എഡിഷനിൽ ഇപ്പോൾ 207 എന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ 207 ആണ് ഇനി പഠിക്കേണ്ടത് കേട്ടോ. ഇനി മാറ്റി പഠിക്കേണ്ട, ഒരൊറ്റ നമ്പർ പഠിച്ചാൽ മതി. 2 നമ്പറൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പഠിക്കേണ്ട നമ്പർ ഏതാണ്? ഇപ്പൊ പഠിക്കേണ്ട നമ്പർ മക്കളേതാ? ഈ നമ്പറാണ്, 207 ആണ്. അപ്പൊ 207 പേരാണ് ആദ്യ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ആകെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പഠിച്ചോണേ, നല്ല ചോദ്യമാണ്. 389 അംഗങ്ങളാണ് ആകെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ശരി, ഓക്കെ, കഴിഞ്ഞല്ലോ. അപ്പൊ 207 പേര് ആദ്യ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്ന് വരെ പഠിച്ചു. നമുക്കിനിയും വളരെ പ്രധാനപ്പെട്ട ആമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. മക്കളെ, അതിൽ ആദ്യം ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്. എന്താ അമേരിക്കയുടെ പ്രത്യേകത? മക്കളെ, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് ഏതു രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത് മറ്റനേകം ഭരണഘടനകളുടെ മറ്റനേക രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങളിലൂടെയാണ്. ശരിയല്ലേ? ആ കടമെടുത്ത കാര്യങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം കൂട്ടിച്ചേർത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. പഠിച്ചു വെച്ചേ മക്കളെ, സ്ഥിരമാക്കിയേ, മനസ്സിലാക്കിയേ. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. പക്ക, സെറ്റ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാണ്? അവിടെ ഒരു കോഡ് ഞാൻ പറഞ്ഞു തരാം. മൗലവി, പഠിച്ചു വെച്ചോണേ. മൗലവി ECG ആസ്വദിച്ചു. പഠിച്ചു വെച്ചേ മക്കളെ, ആസ്വദിച്ചു. മൗലവി ECG ആസ്വദിച്ചു. ഒരൊറ്റ കോഡ് പഠിച്ചാൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്ത കാര്യങ്ങൾ ഈ സുപ്രഭാതത്തിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. മൗലവി ECG ആസ്വദിച്ചു. ഡീകോഡ് ചെയ്തേ. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അടുത്ത് നോക്കിയേ, എല്ലാ ലിഖിത ഭരണഘടന അല്ലെങ്കിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അടുത്ത് നോക്കിയ വൈസ് പ്രസിഡന്റ്, ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് എന്ന ആശയം കടമെടുത്തത് എവിടുന്നാണ്? ഇന്ത്യൻ ഭരണഘടനയാണോ? അല്ല, അമേരിക്കൻ ഭരണഘടന. എന്താണ്? ഇംപീച്ച്മെന്റ് ആണ്. പ്രസിഡന്റിനെയൊക്കെ ഇംപീച്ച് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ. അടുത്തത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. എന്താ? ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കടമെടുത്തത്
അമേരിക്കൻ ഭരണഘടന നോക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ കടമെടുത്തത്, ആമുഖം കടമെടുത്തത് എവിടുന്നാണ്? അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യൻ ഭരണഘടന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അടുത്ത് നോക്കിയേ, ദി എന്താണ്? ദിക്ക് പ്രത്യേകിച്ച് ഒരർത്ഥവുമില്ല, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ വരെ മതി. ക്ലിയർ അല്ലേ? അപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചല്ലേ? അമേരിക്കയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ശരി, അടുത്തതിലേക്ക് പോകാം. ഡിസംബർ 13, 1946. ഡിസംബർ 13, 1946. ഈ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ടുള്ള, ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുമ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. എന്താ ലക്ഷ്യപ്രമേയം? എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആളുകൾ കൂടി വരുന്നത് എന്ന് പറയുന്ന കാര്യം ലക്ഷ്യപ്രമേയം എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയത്തിന്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് ഓർത്തു വെച്ചോണേ മക്കളെ. ലക്ഷ്യപ്രമേയത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? ലക്ഷ്യപ്രമേയത്തിന്റെ ഇംഗ്ലീഷ് ആണ് ഓബ്ജക്റ്റീവ് റെസല്യൂഷൻ. ഓബ്ജക്റ്റീവ് റെസല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ഓബ്ജക്റ്റീവ് റെസല്യൂഷന്റെ ലക്ഷ്യപ്രമേയത്തിന്റെ അതേ പതിപ്പാണ് അല്ലെങ്കിൽ അതേ കാര്യമാണ് പിൻകാലത്ത് പ്രിയാമ്പിൾ ആയിട്ട് മാറിയത്. അപ്പൊ പ്രിയാമ്പിളിന്റെ മുൻഗാമി അറിയപ്പെടുന്ന പേരെന്താണ്? പ്രിയാമ്പിളിന്റെ മുൻഗാമി അറിയപ്പെടുന്ന പേര് ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്നാണ്. എന്ന് അവതരിപ്പിച്ചേ 1946 ഡിസംബർ മാസം 13 പഠിച്ചു വെച്ചല്ലോ. 1946 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറിയത്? പ്രിയാമ്പിൾ ആയിട്ട് പിൽക്കാലത്ത് മാറിയത്. അപ്പൊ അവിടെ ഒരു പോയിന്റ് ഇങ്ങനെ പറയുന്നുണ്ട് മക്കളെ, ആദ്യം തയ്യാറാക്കപ്പെട്ടതും ഭരണഘടനയിൽ ആദ്യം തയ്യാറാക്കപ്പെട്ടതും അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടതുമായിട്ടുള്ള ഒരേ ഒരു ഭാഗമാണ് പ്രിയാമ്പിൾ എന്നറിയപ്പെടുക. ഭരണഘടനയിൽ ആദ്യം ആദ്യം തയ്യാറാക്കപ്പെട്ടതും അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടതും ഭരണഘടനയെല്ലാം പൂർത്തിയായതിനു ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ടതും ഏതാണ്? അത് പ്രിയാമ്പിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഡേറ്റ് നമ്മൾ പഠിച്ചു, പക്കയാണ്. ഇനിയും ഈ 1946 ഡിസംബർ മാസം 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്നാണ് അംഗീകരിച്ചത് എന്നറിയാമോ മക്കളെ? അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1946 അല്ല, 47 ജനുവരി മാസം 22 1947 ജനുവരി മാസം 22 ഈ ലക്ഷ്യപ്രമേയം എന്ത് ചെയ്തിട്ടുള്ളത്? അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ 1946 ഡിസംബർ മാസം 13 അവതരിപ്പിക്കുകയും 1947 ജനുവരി മാസം 22 അംഗീകരിക്കുകയും ചെയ്തതാണ് ഏത്? ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. പ്രിയാമ്പിളിന്റെ ആദ്യ പതിപ്പായിട്ടുള്ള ലക്ഷ്യപ്രമേയം. 2 പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. സെറ്റാണേ മക്കളെ, പക്കയല്ലേ? അടുത്ത നോക്കിയേ, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് പൽക്കിവാലയാണ് കേട്ടോ. പൽക്കിവാല ഈ പൽക്കിവാല വിശേഷിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ്, അതായത് ഇന്ത്യൻ ഭരണഘടന എന്താണ് എന്ന് കൃത്യമായി വിശേഷിപ്പിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന എന്താണ് എന്ന് വ്യക്തമായി വിശേഷിപ്പിക്കുന്ന ആ ഭാഗമാണ് ഏത്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്ന പൽക്കിവാല അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ള പ്രിയാമ്പിൾ. ക്ലിയർ അല്ലേ? പ്രിയാമ്പിൾ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഏതാണ്? അത് പ്രിയാമ്പിൾ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഏതാണ്? അത് പ്രിയാമ്പിൾ ആണ്. ഓർത്തു വെച്ചേക്ക. ഇങ്ങനെ കുറേ വിശേഷണങ്ങളുണ്ട്. ഹൃദയവും ആത്മാവും, അല്ലെങ്കിൽ ആത്മാവ്, താക്കോല്, കീനോട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം വിശേഷണങ്ങൾ എന്താണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഇവിടെ രസകരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഓർത്തു വെച്ചേക്കുക. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി.
ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. മക്കളെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 നടപ്പിലാക്കുക. ക്ലിയർ ആണോ? 1976 ഏത് ഭരണഘടനാ ഭേദഗതി? 42ാം ഭേദഗതി. എന്നാൽ ഈ ഭേദഗതി പൂർണ്ണമായിട്ടും നടപ്പിലാക്കപ്പെടുന്നത് 1977 ജനുവരി മാസം 3-ാം തീയതിയോടൊക്കെ കൂടിയിട്ടാണ്. 1977 ഓക്കെ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയും പ്രിയാമ്പിളും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയും പ്രിയാമ്പിളും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? മക്കളെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആദ്യമായിട്ട്, മക്കളെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണേ, ആദ്യമായിട്ടും അവസാനമായിട്ടും പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ തവണ മാത്രമേ പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ തവണ മാത്രമേ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം വന്നിട്ടുള്ളൂ. ഇതുവരെ, അതായത് 1946 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരൊറ്റ തവണ മാത്രമേ പ്രിയാമ്പിളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ. അത് 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ക്ലിയർ അല്ലേ? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഇതിലൂടെ പ്രധാനമായിട്ടും ഒരു 3 വാക്കുകളൊക്കെ കൂടി ചേരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത് വരുമ്പോൾ നോക്കാം. ഈ ഒരു വർഷവും അതിൻ്റെ ഒരു ഡേറ്റും ഓർത്ത് വെച്ചോണേ. അപ്പൊ ഈ 42ാം ഭേദഗതിയെ പല കാര്യങ്ങളിലൂടെ അറിയപ്പെടുന്നുണ്ട്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭേദഗതിയാണ്? അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാമത്തെ ഭേദഗതിയാണ്. അതേപോലെ തന്നെ പാർലമെന്റിന്റെ കാലാവധി 5 എന്നുള്ളത് 6 വർഷമാക്കി ഉയർത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അതും ഈ പറയുന്ന 42ാം ഭേദഗതിയിലൂടെയാണ്. അതേപോലെ തന്നെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തതും ഏത് ഭേദഗതിയിലൂടെയാണ്? പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തതും ഇതേ ഭേദഗതിയിലൂടെ തന്നെയാണ്. ഒന്ന് ഓർത്തു വെച്ചോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 42ാമത്തെ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. ക്ലിയർ അല്ലേ? ഇനി ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഒരൊറ്റ ഡേറ്റ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരൊറ്റ ഡേറ്റ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ആ ഡേറ്റ് ആണ് ദാ ഇവിടെ കിടക്കുന്നത്. 1949 നവംബർ മാസം 26-ാം തീയതി. 1949 നവംബർ 26. എന്താണ് ആ ഡേറ്റിന്റെ പ്രത്യേകത? മക്കളെ ഭരണഘടനയിൽ പ്രിയാമ്പിൾ, ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത്, നടപ്പിലാക്കുന്നതല്ല, അംഗീകരിക്കപ്പെടുന്നത് ഏത് ദിവസമാണ്? ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത് 1949 നവംബർ മാസം 26-ാം തീയതിയാണ് അംഗീകരിക്കപ്പെടുന്നത്. നടപ്പിലാകുന്നത് എപ്പോഴാണ്? നടപ്പിലാകുന്നത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ്. 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് എന്ത് നടപ്പിലാകുന്നത്? നമ്മുടെ ഭരണഘടന നടപ്പിലാകുന്നത്, അത് നിലവിൽ വരുന്നത്. പക്ഷേ അംഗീകരിക്കപ്പെടുന്നത് 1949 നവംബർ 26-നാണ്. അതുകൊണ്ട് തന്നെ അംഗീകരിക്കപ്പെടുന്ന ദിവസമായിട്ടുള്ള 1949 നവംബർ മാസം 26 എന്ന് പറയുന്ന ഡേറ്റ് എവിടെയുണ്ട്? ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെയുണ്ട്. ഒറ്റ ഡേറ്റ് മാത്രമേ ഉള്ളൂ. അത് 1949 നവംബർ മാസം 26 ശരിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കിയേ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. ഡിസംബർ 13, 1946 അവതരിപ്പിച്ച, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? പ്രിയാമ്പിളായിട്ട് മാറിയത്. 42ാം ഭേദഗതിയിലൂടെ ആദ്യവും അവസാനവുമായിട്ട് പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തു. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ 1949 നവംബർ മാസം 26 എന്ന് പറയുന്ന ഡേറ്റ് ആണ് ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതി വെച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്, പക്കയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ? മക്കളെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണേ. അത് പഠിക്കാനുള്ളൊരു കോഡാണ് പസോമാജറി. എന്താണ് പസോമാജറി? ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതി കാണിച്ചു തരാം. പസോമാജറി, ഇതാണ് പസോമാജറി. എന്താണ് പസോമാജറിയുടെ എക്സ്പാൻഷൻ? മക്കളെ കേട്ട് വെച്ചോണേ, കൃത്യമായിട്ട് കേട്ട് വെച്ചോണേ. പരമാധികാര സോഷ്യലിസം, അല്ലെങ്കിൽ സ്ഥിതി സമത്വ എന്ന് പറയാം. സ്ഥിതി സമത്വ. ദെൻ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇതാണ് പസോമാജറി. പരമാധികാര സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇതാണ് എന്ത്?
പസോമാജറി എന്നറിയപ്പെടുക. ഈ പസോമാജറിയാണ് ഭരണഘടനയിലെ ആമുഖത്തിന്റെ തുടക്കത്തിൽ കിടക്കുന്നത്. ഇതിലെ 3 വാക്കുകൾ ഓൾറെഡി ഭരണഘടനയുടെ ആരംഭം തൊട്ട് തന്നെ ഉണ്ട്. 1946 നവംബർ മാസം 26 തൊട്ട് തന്നെ ഉണ്ട്. പക്ഷെ 2 വാക്കുകൾ 1976 42 ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? സോഷ്യലിസവും മതേതരത്വവും, സ്ഥിതി സമത്വ മതേതരത്വ, ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42 ഭേദഗതിയിലൂടെയാണ്. ഓർത്ത് വെച്ചോ. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ. നോക്കിയേ, ഇങ്ങനെ പ്രിയാമ്പിൾ ഉണ്ടാവും. ഇതിന് ചുറ്റും കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് കാണാം. പ്രിയാമ്പിൾ എന്നുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയാമ്പിൾ ആരംഭിക്കുന്നത്. ഇവിടെ കണ്ടോ, സൊവേർജിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതായത് പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. ഇതിൽ സോഷ്യലിസ്റ്റ്, സെക്കുലാർ ഈ 2 വാക്കുകളും ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തതാണ് 42 ഭേദഗതിയിലൂടെ. ഇനി ഇവിടെ ജസ്റ്റിസിനെ പറ്റി പറയുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റി പറയുന്നുണ്ട്. ലിബർട്ടിയെ പറ്റി പറയുന്നുണ്ട്. തോട്ട്സിൽ, എക്സ്പ്രഷനിൽ, ബിലീഫിൽ, ഫെയ്ത്തിൽ, വർഷിപ്പിലൊക്കെയുള്ള ലിബർട്ടിയെ പറ്റി പറയുന്നുണ്ട്. ദെൻ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ട് എമോങ് ദം, എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. ഫ്രട്ടേണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഇവിടെ കണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ 26 നവംബർ 1949, 1949 നവംബർ മാസം 26 ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത്. ഈ ഡേറ്റ് ആണ് നമ്മുടെ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്തിനെ പറ്റി പരാമർശമുള്ളത്? പ്രിയാമ്പിളിനെ പറ്റി പറയുന്നത്. പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് ഇത്രയുമാണ്. അതേപോലെ തന്നെ നോക്കിയേ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ദീർഘകാല സ്വപ്നങ്ങളെയാണ് ആമുഖം പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഭരണഘടനാ നിർമ്മാതാക്കളുടെ ദീർഘകാല സ്വപ്നങ്ങളെയാണ് നമ്മുടെ ആമുഖം പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അടുത്ത് നോക്കിയ KM മുൻഷി പറയുന്നു, നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ജാതകമാണ്, രാഷ്ട്രീയ ജാതകം എന്നൊക്കെ ആര് പറയുന്നുണ്ട്? KM മുൻഷി. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ജാതകമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ജാതകമാണെന്ന് പറയുന്നുണ്ട്. താക്കൂർദാസ് ഭാർഗവ് പറയുന്നു ഭരണഘടനയുടെ ആത്മാവാണെന്ന് പറയുന്നു. PN പൽക്കിവാല, നമ്മുടെ പൽക്കിവാല പറയുന്നത് ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡാണ് എന്ന് പറയുന്ന ആരാണ്? അത് പൽക്കിവാലയാണ്. അപ്പം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറയുന്നു ഭരണഘടനാ നിർമ്മാതാക്കളുടെ ദീർഘകാല സ്വപ്നങ്ങളെയാണ് ആമുഖം പ്രകടിപ്പിക്കുന്നത്. KM മുൻഷി പറയുന്നു നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ജാതകമാണ് എന്ന്. താക്കൂർദാസ് ഭാർഗവ് പറയുന്നു ഭരണഘടനയുടെ ആത്മാവാണ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണ്, സെറ്റാണ്. ഇനി 2 പ്രധാനപ്പെട്ട കേസുകളും കൂടെ പ്രിയാമ്പിളുമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. 2 പ്രധാനപ്പെട്ട കേസുകൾ, അതായത് 1960 ബെറൂബറി യൂണിയൻ കേസും 1973 കേശവാനന്ദ ഭാരതി കേസും. 1963 ബെറൂബറി കേസ് എന്നറിയാമോ? നമ്മുടെ ബംഗ്ലാദേശിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ബെറൂബറി എന്ന് പറയുന്ന ഒരു പ്രദേശം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസാണ്. 1960 കേസ്. അതായത് ഈ കേസിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ലെങ്കിൽ പാർട്ട് അല്ല പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഏത് ഭേദഗതിയാണ് അല്ലെങ്കിൽ ഏത് കേസിലാണ്? ബെറൂബറി യൂണിയൻ കേസിലാണ്. ബെറൂബറി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ്. 1960 കേസിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് അല്ല പ്രിയാമ്പിൾ. അതായത് പ്രിയാമ്പിൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് 1960 ബെറൂബറി കേസിൽ പറയുക. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് 1973 കേരള ഗവൺമെന്റ് എഗനസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കേശവാനന്ദ എന്ന് പറയുന്ന സന്യാസി കൊണ്ടുവന്നിട്ടുള്ള ഒരു കേസുണ്ട്. കേശവാനന്ദ ഭാരതി കേസ് സ്വത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസാണ്. ഈ കേസിൽ സുപ്രീം കോടതി പറയുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് പ്രിയാമ്പിൾ. അതുകൊണ്ട് മറ്റേത് ഭാഗവും പോലെ പ്രിയാമ്പിളും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഭേദഗതി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് 42 ഭേദഗതിയിലൂടെ 1976 എന്ത് ഭേദഗതി ചെയ്തത്? പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തത്. അപ്പൊ ബെറൂബറി കേസിൽ 1960 ബെറൂബറി കേസിൽ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതേ സുപ്രീം കോടതി
കേശവാനന്ദ ഭാരതി കേസിൽ 1973 പറയുകയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് പ്രിയാമ്പിൾ, അതെന്ത് ചെയ്യാനായിട്ട് പറ്റും, ഭേദഗതി ചെയ്യാനായിട്ട് പറ്റുമെന്ന് കൂടി പറയുകയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്തേക്കുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഒന്ന് സെറ്റ് ആക്കിയേക്കാം. അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ, ഇതാ ഇവിടെ ഒരു ചോദ്യം കൂടെ കിടപ്പുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കളുടെ മനസ്സ് താഴെ കൊടുത്തിരിക്കുന്ന ഏതിലാണ് പ്രതിഫലിക്കുക? നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. ആമുഖമാണോ, മൗലിക അവകാശങ്ങളാണോ, അല്ലെങ്കിൽ രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളാണോ, അല്ലെങ്കിൽ മൗലിക കടമകളാണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? നമുക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്തേക്കുക, താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഭരണഘടനയിൽ 7 മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഭരണഘടനയിൽ 7 മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 7 മൗലിക അവകാശങ്ങൾ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 6 ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മൗലിക അവകാശം ഇപ്പൊ നമുക്കില്ല. അത് ഏത് മൗലിക അവകാശമാണ്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റട്ടെ, നല്ല തീ ആയിട്ട് പവറായിട്ട് നിൽക്കാനായിട്ട് പറ്റട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് മറ്റൊരു 5 AM ക്ലബിൽ കാണാം. താങ്ക് യു സോ മച്ച്.